ഇഷ്ടപ്പെട്ടു. എന്തോന്നും കഴിഞ്ഞ് വന്നതിന്റെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? കഴിഞ്ഞ് വന്ന ശേഷം സമാധാനവും ശാന്തിയും സന്തോഷവും മാത്രമേ ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാൻ അവിടെ ഞാനായിട്ട് നിന്നുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പൊ ബിഗ് ബോസ് കാണാറുണ്ടോ ഇപ്പോൾ നിലവിൽ? ഇപ്പം കുറേ മൂവീസൊക്കെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ബിഗ് ബോസ് എല്ലാം കാണുന്നില്ല, എന്നാൽ കട്ട്സ് കാണാറുണ്ട്. പുറത്തിറങ്ങിയ ശേഷം ജനങ്ങൾ എന്താ പറഞ്ഞേ? എല്ലാവരും പറഞ്ഞു ലൈക്ക് എനിക്കൊരു നല്ല സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ക്ലാസി ആയിരുന്നു, ഒരു എന്താ പറയുക എത്തിക്സ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്. ആരെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് ബിഗ് ബോസിൽ? എന്തോ മിസ് ചെയ്യുന്ന ആരെയാ? ബിഗ് ബോസിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സിജോ, ശ്രീതു, അർജുൻ, അപ്സര, ജിഞ്ചപ്പൻ. വീട്ടിൽ നിന്ന് സജഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നന്നായിട്ട് കുറച്ചുകൂടി കളിക്കായിരുന്നു എന്തെങ്കിലും പറഞ്ഞോ? വീട്ടിൽ നിന്ന് പറഞ്ഞു മക്കൾ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, നല്ലതായിട്ട് നിന്നു എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു. അപ്പം എനിക്ക് ബഹളം വെക്കാൻ അത്ര ട്രിഗർ ആവുന്ന സമയത്ത് ഞാൻ ബഹളം വെക്കാറുള്ളൂ. അപ്പം എന്നെ ആരും അത്ര ട്രിഗർ ചെയ്തിട്ടില്ല. അവിടെ ഒരു ഗെയിം ആയിരുന്നില്ല, കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ബഹളമൊക്കെ വെച്ച് കുറച്ച് തല്ലുപിടിയൊക്കെ ഉണ്ടാക്കി ചെയ്ത് തരുന്ന കുറച്ചുകൂടി നന്നായിരുന്നില്ലേ? എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മളായിട്ട് നിൽക്കണം എന്നാണ്. ഫേക്ക് കാണിക്കാൻ എനിക്കറിയില്ല. അവിടെ പലരും ഫേക്ക് കാണിച്ചിട്ടാണോ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? ആയിരിക്കാം, എനിക്കറിയില്ല. ആയിരിക്കാം, മറ്റൊന്നിരിക്കാം. അതൊക്കെ അവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കും. ഞാനായിരിക്കും. അപ്പോൾ ബിഗ് ബോസ് പോകണമെങ്കിൽ എന്ത് ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് പോയിരിക്കുന്നത്? ഞാനായിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ കുടുംബങ്ങൾക്ക് ചെയ്തുകൊണ്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇപ്പോൾ ചെയ്തത്. എല്ലാവരുടെയും മൈൻഡ് സെറ്റിലുള്ളത് ഞാൻ ഭയങ്കര ക്രൂരയായിട്ടുള്ള ഒരു ആളാണെന്നാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഷർമിയാണെന്നായിട്ട് തന്നെ 100 ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഷർമിയാണ് പറഞ്ഞിട്ടാണ്. ഈ ജിൻഡോനെ കപ്പടിക്കുന്നുള്ള രീതിയിൽ പുറത്ത് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അതിൻ്റെ അകത്ത് ഭയങ്കര മുടി വലിക്കണയൊക്കെ ആയിട്ടുള്ള ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡബിൾ സ്റ്റാൻഡ് ആണെന്നുള്ള രീതിയിലൊരു കമൻറ്റുകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓരോ വരക്കിടുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. നമുക്ക് ഈ 100 ക്യാമറ നമ്മുടെ കണ്ണിലില്ല, നമുക്ക് ആകെ ഒരു ക്യാമറ നമ്മുടെ കണ്ണ് മാത്രമേ. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണുന്നില്ല എൻ്റെ പുറകിൽ എന്താ സംഭവിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ കൈയൊക്കെ പുറകിലായിരുന്നു. അപ്പോൾ ആര് വലിച്ചു എന്ത് വലിച്ചു എന്നുള്ളത് ക്ലിയർ വിഷൻ എനിക്കുണ്ടായിരുന്നില്ല. പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഐ സീൻ ദ വീഡിയോസ് ക്ലിപ്സ് കുറേ ഫാൻസ് അത് തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഫാൻസിനൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവർ കാണിച്ചതിനകത്ത് ജിൻഡപ്പൻ അല്ലായിരുന്നു പിടിച്ചിരുന്നത്. സോ ഞാനത് എന്നിട്ടും കണ്ടിട്ട് ജിൻഡപ്പനാന്ന് പറഞ്ഞാൽ എനിക്ക് എത്തിക്സ് ഇല്ലാത്ത ഒരാളായിരുന്നു. സോ അതെനിക്ക് അക്സെപ്റ്റഡ് ജിൻഡപ്പനല്ല. സോ ഐ അപ്ലോജൈസ്ഡ്. അതുകൊണ്ടാണ് പുള്ളി കപ്പെടുക്കുന്ന തോന്നലുണ്ടായത്? അല്ല, പുള്ളി കപ്പെടുക്കും എന്നുള്ള തോന്നൽ എന്താണെന്ന് വെച്ചാൽ ജിൻഡപ്പൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ജിൻഡപ്പൻ അവിടെ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണ്ടത്. ജിൻഡപ്പൻ കപ്പെടുക്കും എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ 3-4 പേരുണ്ട്. സിജോ ഉണ്ട്, അപ്സരയുണ്ട്, അർജുനുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പേരുണ്ട്. അതിൽ ജിൻഡപ്പൻ വരുന്നെങ്കിൽ സന്തോഷം. ജിൻഡപ്പൻ ആ ക്വാളിറ്റി ഉണ്ട്. ജിൻഡോ ഫേക്ക് ആയിട്ടല്ല കളിക്കുന്നത്. ജിൻഡോ അപ്പോൾ ഒറിജിനലായിട്ടും ഇങ്ങനെ തന്നെയാണോ ലൈഫിൽ ആ കാണിക്കുന്നതും ചെയ്യുന്നതൊക്കെ തന്നെയാണോ? എനിക്കതറിയില്ല. ജിൻഡപ്പൻ്റെ ഗെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ജിൻഡപ്പൻ നാച്ചുറൽ ആയിരിക്കാം, ചിലപ്പോൾ അതായിരിക്കാം, എനിക്കറിയില്ല പേഴ്സണലി. അപ്പോൾ ബിഗ് ബോസിൽ കൂടുതൽ കാലം നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗെയിമായിട്ട് കളിക്കണം, സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ള സംഭവമാണല്ലോ. ഗെയിം എന്തായാലും കളിക്കണം, കാരണം അവിടെ ബുദ്ധി ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റുള്ളൂ. ഗെയിം എന്തായാലും വേണം, നമ്മളുടെ ആയിട്ടുള്ള പ്ലാൻസ് വേണം, സ്ട്രാറ്റജി വേണം, ഐഡന്റിറ്റി വേണം, എല്ലാം വേണം. അതാണ് ബിഗ്. അപ്പോൾ ശരണ്യയുടെ സ്ട്രാറ്റജി എവിടെയെങ്കിലും പാളിപ്പോയതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, എൻ്റെ സ്ട്രാറ്റജി ഗബ്രിയായിരുന്നു. ഗബ്രിനെ ഞാൻ പിടിച്ചോളൂ. ഈ ജാസ്മിൻ ഗബ്രി പ്രണയം സത്യമായിട്ട് ഞാൻ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാസ്മിൻ ഗബ്രി പ്രണയം സത്യാവസ്ഥ ഒന്ന് വെളിപ്പെടുത്താവും. ജാസ്മിൻ ഗബ്രി പ്രണയം സത്യാവസ്ഥ എന്താണ്? പ്രണയം ഉണ്ടോ? ഇനി ഞാൻ അവിടെ നിന്നപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറാത്ത ഒരാളാണ്. അപ്പം ഞാൻ മീഡിയയിൽ പേഴ്സണൽ കാര്യങ്ങളിൽ എല്ലാ മീഡിയക്കാർക്ക് കാരണം ഒത്തിരി പോസിറ്റീവായി